ഫ്രണ്ട്സ്, നമ്മൾ ട്രാൻസാക്ഷനിൽ ഗ്രാമർ പാർട്ട്, അതായത് മൊഡ്യൂൾ 3 ഗ്രാമർ പാർട്ടാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആദ്യം ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം കേട്ടോ. ദർ ആർ 2 ഇമ്പോർട്ടൻറ്റ് റീസൺസ് വൈ ഗ്രാമർ നീഡ്സ് ടു ബി ടോട്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഗ്രാമർ പഠിപ്പിക്കേണ്ടത്, എന്തുദ്ദേശത്തിനാണ് നമ്മൾ ഗ്രാമർ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് പറയുന്നത്. 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന് കോംപ്രിഹെൻസിബിലിറ്റി, രണ്ടാമത്തത് അക്സെപ്റ്റബിലിറ്റി. ഒന്നാമത്തത് കോംപ്രിഹെൻസിബിലിറ്റി, രണ്ടാമത്തത് അക്സെപ്റ്റബിലിറ്റി എന്നുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് കോംപ്രിഹെൻസിബിലിറ്റി പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ളതാണ്, ഗ്രഹിക്കാനുള്ളതാണ്. രണ്ടാമത്തത് അക്സെപ്റ്റബിലിറ്റി, അതായത് നമ്മൾ പറയുന്നത് ആളുകൾ ആക്സെപ്റ്റ് ചെയ്യണം. ഈ 2 കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഗ്രാമർ പഠിക്കേണ്ടതാണ്. അതിലൊന്നാമതായി പറയുന്നത് അക്യുറസിയാണ്. അക്യുറസി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അറ്റൻഷൻ ടു ഫോം ഈസ് എസെൻഷ്യൽ ഫോർ ഡെവലപ്പിംഗ് കോംപ്രിഹെൻസിബിലിറ്റി. നമുക്ക് കോംപ്രിഹെൻസിബിലിറ്റി ഉണ്ടാവണമെങ്കിൽ അക്യുറസി വേണം. അതായത് അതിൻ്റെ ഫോം, എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള ആ ഒരു ഫോം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി കോംപ്രിഹെൻസിബിലിറ്റി കൂടുതലായിട്ട് പറയാം. കോംപ്രിഹെൻസിബിലിറ്റി ഈസ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് എ ലിസണർ അണ്ടർസ്റ്റാൻഡ്സ് അട്ടറൻസസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ സ്പീക്കർ ഇൻ എ കമ്മ്യൂണിക്കേഷൻ കോണ്ടെക്സ്റ്റ്. ഒരു കമ്മ്യൂണിക്കേഷൻ കോണ്ടെക്സ്റ്റിൽ ഒരു സ്പീക്കർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക, അയാളുടെ ഉച്ചാരണം, അയാളുടെ അർത്ഥം, ആ പറഞ്ഞതിൻ്റെ അർത്ഥം, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. കോംപ്രിഹെൻസിബിലിറ്റി ഇൻ എ കമ്മ്യൂണിക്കേഷൻ കോണ്ടെക്സ്റ്റ് ആൻഡ് മെഷർ ഹൗ ഈസിലി ദ ലിസണർ അറൈവ്സ് അറ്റ് ദ സ്പീക്കേഴ്സ് ഇൻറ്റൻഡഡ് മെസ്സേജ്. ഇപ്പോൾ പറയുന്ന ആൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ തന്നെ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവണം. അല്ലാതെ പറയുന്ന ആളൊന്നും ഉദ്ദേശിച്ചിട്ട് കേൾക്കുന്ന ആൾ മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഈ കോംപ്രിഹെൻസിബിലിറ്റി, അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ പറയും. ഇൻ ഓർഡർ ടു ഹെൽപ്പ് സ്റ്റുഡൻസ് മേക്ക് കോംപ്രിഹെൻസിബിൾ സെൻറ്റൻസസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് കോമൺ ടൈപ്സ് ഓഫ് മീനിങ് സക്സസ്ഫുള്ളി, we focus on a certain high frequency structure such as basic verb forms, interrogative and negative structures, the use of main tenses and the grammar of modal auxiliaries. ഇതിൽ ഉൾപ്പെടുത്തി നമുക്ക് പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് എന്തൊക്കെ. ഹൈ ഫ്രീക്വൻസി ഓഫ് സ്ട്രക്ചേഴ്സ്, അതായത് ബേസിക് വെർബിൻ്റെ ഫോമുകൾ, ഇൻറ്ററോഗേറ്റീവ്, നെഗറ്റീവ് സ്ട്രക്ചർ, യൂസ് ഓഫ് മെയിൻ ടെൻസസ്, ഗ്രാമർ, അതായത് ഗ്രാമർ ഓഫ് മോഡൽ ഓക്സിലറീസ്, ഈ കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തത് അക്സെപ്റ്റബിലിറ്റിയാണ്. അക്സെപ്റ്റബിലിറ്റി ഈസ് ഈക്വലി ക്രൂഷ്യൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അക്സെപ്റ്റബിലിറ്റി. നമ്മൾ പറയുന്നത് മറ്റുള്ളവർ അംഗീകരിക്കണം. നമ്മൾ ചില ആളുകൾ തമിഴ്നാട്ടിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർ ഇംഗ്ലീഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്നും മനസ്സിലാവില്ല. ഒരു ടീ കൊടു എന്നൊക്കെ പറയും. അതൊക്കെ അതുപോലെ അത് തമിഴ് ഭാഷയുമായി കൂട്ടിക്കലർത്തിയിട്ട്, അതുപോലെ മംഗ്ലീഷ് പറയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ മലയാളികൾ ചില ഇംഗ്ലീഷ് പറയുന്ന സമയത്ത് ഒരു മലയാളം ചുവ അതിലുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം. അപ്പം ആക്സെപ്റ്റബിൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് RP ആണ്, റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ എന്ന് പറയും. അത് ബ്രിട്ടീഷ് BBC, അതുപോലെ മറ്റ് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് ഏജൻസികളൊക്കെ ഉപയോഗിക്കുന്നത് റിസീവ്ഡ് പ്രൊനൗൺസിയേഷനാണ്, RP എന്ന് പറയും കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അക്സെപ്റ്റബിലിറ്റി ഈസ് ഈക്വലി ക്രൂഷ്യൽ ഇൻ ഇന്ത്യ where English is perceived as highly powerful in domains as diverse as education. ഇംഗ്ലീഷ് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ്. വിദ്യാഭ്യാസം പോലെ തന്നെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ്. ഇന്ത്യയിൽ ഇംഗ്ലീഷിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നു. അഡ്മിനിസ്ട്രേഷൻ, ബിസിനസ്, മീഡിയ, റിസർച്ച്, ഇവിടെയൊക്കെ ഇംഗ്ലീഷ് ഉപയോഗിക്കും. പുവർ ഇംഗ്ലീഷ് ഈസ് നോട്ട് ഓൺലി ആൻ ഓബ്സ്റ്റക്കിൾ ടു കമ്മ്യൂണിക്കേഷൻ. നമുക്ക് ഇംഗ്ലീഷ് അറിയാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സംസാരത്തിൻ്റെ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഒബ്സ്റ്റക്കിളാണ്, ഒരു തടസ്സമാണ്. ബട്ട് ഈസ് അക്സെപ്റ്റബിൾ. പക്ഷേ
പുവർ ഇംഗ്ലീഷ് ആണെങ്കിലും ആക്സെപ്റ്റബിൾ ആണ് കേട്ടോ. ഇൻ സം കോണ്ടെക്സ്റ്റ് എ പേഴ്സൺ ഹു സ്പീക്സ് അൺആക്സെപ്റ്റബിളി മെ നോട്ട് ബി ടേക്കൺ സീരിയസ്ലി. അപ്പോൾ അതുപോലെ തന്നെ അൺആക്സെപ്റ്റഡ് ആയിട്ട് അത്ര ഉച്ചാരണ സ്ഫുടതയോടുകൂടി അല്ലാതെ സംസാരിക്കുന്ന ആളുകളെ നമ്മൾ അത്ര ഗൗനിക്കാറില്ല. ഓർ മേ ബി കൺസിഡേർഡ് അൺഎഡ്യൂക്കേറ്റഡ്. ചിലപ്പോൾ വിദ്യാഭ്യാസ രാഹിത്യമായിട്ടാണ് അദ്ദേഹത്തെ കണക്കാക്കുന്നത്, ഭാഷ നൈപുണ്യമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഇംഗ്ലീഷ് വളരെ സ്ഫുടതയോടുകൂടി വളരെ ഫ്ലുവൻ്റായിട്ട് പറയുന്ന ആളുകളെ കണ്ടാൽ തന്നെ അവർക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു അംഗീകാരം അയാൾക്കുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് in some context a person who speaks unacceptably may not be taken seriously or may be considered uneducated. Students need to develop fluency. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം സമ്പന്നരായ വിദ്യാർത്ഥികളായ കുട്ടികൾ ഈ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം, അവർ ഈ സ്ഫുടത ഉണ്ടാക്കിയെടുക്കണം ഇംഗ്ലീഷിൽ. ദാറ്റ് ഈസ് ദ എബിലിറ്റി ടു പ്രോസസ് ഡിഫറെൻറ്റ് ഗ്രമാറ്റിക്കൽ ഫോംസ് more rapidly and accurately than is required for more comprehensibility. ഓക്കെ, അപ്പോൾ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് അവർ സംസാരിക്കണം, സ്ഫുടതയോടുകൂടി ഫ്ലുവൻ്റായിട്ട് സംസാരിക്കണം. പൊട്ടൻഷ്യൽ എംപ്ലോയേഴ്സ് ആൻഡ് എക്സാമിനേഴ്സ് മേ ഓൾസോ റിക്വയർ ഓഫ് സ്റ്റുഡൻസ് എ ഹൈ ലെവൽ ഓഫ് ഗ്രമാറ്റിക്കൽ കറക്റ്റ്നെസ്. അതുപോലെ തന്നെ ഗ്രമേറിയൻസൊക്കെ നോക്കുന്നത് ഗ്രമാറ്റിക്കലി അവർ പറയുന്ന സെൻറ്റൻസുകളൊക്കെ കറക്റ്റാണോ എന്നുള്ളത് നോക്കണം. ആൻഡ് ഇഫ് അവർ സ്റ്റുഡൻസ് ഇംഗ്ലീഷ് നീഡ്സ് ടു ബി അക്സെപ്റ്റബിൾ ടു ദീസ് അതോറിറ്റീസ് ദെയർ പ്രജുഡീസസ് മസ്റ്റ് ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ അതും ശ്രദ്ധിക്കണം. ഗ്രാമാറ്റിക്കലി അത് കറക്റ്റായിരിക്കണം, അവർ പറയുന്നത് കറക്റ്റായിരിക്കണം എന്ന് പറയും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മൊഡ്യൂൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഗ്രമാറ്റിക്കൽ ഫ്രെയിമാണ്. ഫസ്റ്റ് വാമപ്പായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ലുക്ക് അറ്റ് ഹൗ ഗ്രാമർ വർക്ക്സ് ഇൻ ദ ഫോളോയിങ് കൺവേർഷൻസ് ബിറ്റ്വീൻ കോൺവെർസേഷൻ ബിറ്റ്വീൻ ടു പീപ്പിൾ ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ് ടുഗദർ. രണ്ടാൾ ഭക്ഷണം കഴിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരുമിച്ചിട്ട്, അപ്പോൾ അവർ സംസാരിക്കുകയാണ്. അപ്പോൾ അവരുടെ ആ സംസാരത്തിൽ ഗ്രാമർ ഉപയോഗിച്ചിരുന്നത് നോക്കൂ. ഇൻ പെയേഴ്സ് ഓർ ഗ്രൂപ്പ്സ് ഡിസ്കസ് ദ ഡിഫറൻറ്റ് ബിറ്റ്വീൻ. ഓക്കെ, ചെയ്യാൻ പറ്റില്ല, നമുക്ക് നോക്കാം. ഗ്രാമർ ഇൻ യൂസ് കോഫി. അപ്പോൾ ഗ്രാമർ ഇൻ യൂസേജ് എന്താണ്? വുഡ് യു ലൈക്ക് സം ഓഫ് ദിസ് കോഫി. അതിൻ്റെ അർത്ഥം വെറും കോഫി എന്ന ഒരാൾ പറയുന്നുള്ളൂ, പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണ്? വുഡ് യു ലൈക്ക് സം ഓഫ് ദിസ് കോഫി. അടുത്തത് പ്ലീസ്. യെസ്, ഐ വുഡ് ലൈക്ക് സം ഓഫ് ദാറ്റ് കോഫി പ്ലീസ്. ഇയാൾ ഒരൊറ്റ വേർഡേ പറയുന്നുള്ളൂ, പ്ലീസ് എന്നുള്ളത്, പക്ഷേ അതിൻ്റെ മീനിങ് എന്താണ്? യെസ്, ഐ വുഡ് ലൈക്ക് സം ഓഫ് ദാറ്റ് കോഫി പ്ലീസ്. അടുത്ത് മിൽക്ക്, ഷുഗർ. മിൽക്ക്, ഷുഗർ. ഡു യു ടേക്ക് മിൽക്ക്, ഡു യു ടേക്ക് ഷുഗർ. അങ്ങനെയാണ്. നിനക്ക് പാലാണോ വേണ്ടത്, നിനക്ക് പഞ്ചസാരയാണോ വേണ്ടത്? ഓക്കെ, മിൽക്ക്, ഷുഗർ. നോ മിൽക്ക്, വൺ ഷുഗർ, താങ്ക്സ്. ഓക്കെ, അപ്പോൾ ഐ ഡോണ്ട് ടേക്ക് മിൽക്ക് ബട്ട് ഐ വിൽ ടേക്ക് വൺ ഷുഗർ, താങ്ക്സ്. എനിക്ക് പാല് വേണ്ട, എനിക്ക് ഷുഗർ മതി എന്ന് പറയും. അടുത്ത ചോദ്യം നോക്കൂ. ടോസ്റ്റ് വേണ്ടേ? വുഡ് യു ലൈക്ക് സം ഓഫ് ദിസ് ടോസ്റ്റ് എന്നാണ് ഫുള്ളായിട്ട് പറയും. നോ താങ്ക്സ്, വേണ്ട. ഐ വുഡ് പ്രിഫർ നോട്ട് ടു ഹാവ് എനി ഓഫ് ദാറ്റ് ടോസ്റ്റ്, താങ്ക്സ് എന്നാണ് അതിൻ്റെ ഫുള്ളായിട്ട്. ഓക്കെ, പക്ഷേ നമ്മളൊന്ന് പറയാം, കമ്മ്യൂണിക്കേഷനിൽ ഇത് മതി. നോ താങ്ക്സ്. ജ്യൂസ് വേണമെന്നല്ല ചോദിക്കുന്നത്. ക്യാൻ ഐ ഓഫർ യു സം ഓഫ് ദിസ് ജ്യൂസ്. അടുത്ത് യെസ്. എൻ്റെ മീനിങ് എന്താ എന്നാണ്? യെസ്, ഐ വുഡ് ലൈക്ക് സം ഓഫ് ദാറ്റ് ജ്യൂസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ. സേ വെദർ ദ ഫോളോയിങ് സെൻറ്റൻസസ് ആർ കറക്റ്റ് ഓർ നോട്ട്. എക്സാമ്പിൾ, ഇറ്റ് റെയിൻ ഇൻ ജൂൺ ഇൻ കേരള. കറക്റ്റാണോ? തെറ്റല്ലേ? ഇറ്റ് റെയിൻസ് എന്നാണെങ്കിൽ ഓക്കെ, ഇറ്റ് റെയിൻസ്. കാരണം പിന്നെ അത് സിമ്പിൾ പ്രസൻ്റ് ആണ്. സിമ്പിൾ പ്രസൻറ്റിൽ സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ വെർബിൻ്റെ കൂടെ എസ് വേണമെന്ന് നമുക്ക് അറിയാം. അപ്പോൾ റെയിൻ എന്നുള്ളതിൻ്റെ കൂടെ എസ് വേണം. ഓക്കെ, ഇനി നോക്കൂ. ഐ ടയേർഡ് എന്താ പറയുക? ശരിക്കും ഐ ആം ടയേർഡ് എന്നല്ലേ.
What are you doing? I am a teacher. Rajesh always drives too fast. I am watching TV every morning. Okay. ഇവിടെ എവറി മോർണിംഗ് ഐ ആം വാച്ചിങ് എന്നുള്ളതിന് പകരം ഐ വാച്ച് ടി വി എവറി മോർണിംഗ് എന്ന് കൊടുക്കാം. ഷീ ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ്, പറ്റില്ല. ഷീ ഡസൻറ്റ് വാണ്ട് ടു ഡു ഇറ്റ്. വേർ ഡസ് ഷീ വർക്ക്, അത് കറക്റ്റാണ് അല്ലേ. വേർ ഡസ് ഷീ വർക്ക് കറക്റ്റാണ്. ഓക്കെ, ഇനി നോക്കൂ താഴെ. ഇറ്റ് റെയിൻസ് ഇൻ കേരള. രാജേഷ് വാച്ചസ് ടി വി എവറി ഡേ. ഓക്കെ, ബീസ് മേക്ക് ഹണി. ഡോഗ്സ് ഈറ്റ് മീറ്റ്. My grandfather lives in Mumbai. I work every Saturday. We use ഇവിടെ ഇതിൻ്റെ മീനിങ് ഇറ്റ് റെയിൻസ് ഇൻ കേരള എന്ന് പറയും. വി യൂസ് സിമ്പിൾ പ്രസൻറ്റ് അല്ലേ, മോസ്റ്റ്ലി ടു ടോക്ക് അബൌട്ട് തിങ്സ് ദാറ്റ് ആർ ഓൾവേസ് ട്രൂ ആൻഡ് തിങ്സ് ദാറ്റ് ഹാപ്പൻ റിപ്പീറ്റഡ്ലി. അത് ഒരു എപ്പോഴും സത്യമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ വീണ്ടും വീണ്ടും സംഭവിക്കുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്രസൻറ്റ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. ഐ യു ദേവി അല്ലാത്ത സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ വെർബിൻ്റെ കൂടെ എസ് ഒ ഇ എസ് ഒ ചേർക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ആണെങ്കിൽ ഐ യു ദേ വി ഇവയാണെങ്കിൽ വെർബിൻ്റെ കൂടെ എസ് ഒ ഇ എസ് ഒ വേണ്ട എന്നുള്ളത് മനസ്സിലാക്കുക. ഫോം ഓഫ് ദ പ്രസൻറ്റ് സിമ്പിൾ ടെൻസ് നോക്കൂ. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, WH ക്വസ്റ്റ്യൻസ്. ഐ യു വി ദേ, അയ്യോ ദേവി, പ്ലേ അതാണ്. ഐ ഡു നോട്ട് അല്ലെങ്കിൽ ഐ ഡോണ്ട് പ്ലേ. വേർ ഡു യു പ്ലേ ചോദ്യമാണ്, ക്വസ്റ്റ്യൻ, WH ക്വസ്റ്റ്യൻ. വേർ ഡു യു പ്ലേ. ഇനി നോക്കൂ താഴെ. ഹി ഓർ ഷീ ഓർ ഇറ്റ് പ്ലേസ് എന്നാണ്. കാരണം ഐ യു ദേവി അല്ലാത്ത സിംഗുലർ സബ്ജക്റ്റ് ആണെന്ന്. ഹി, ഷീ, ഇറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ വെർബിൻ്റെ കൂടെ എസ് വേണം. ഷീ ഡസ് നോട്ട് പ്ലേ അല്ലെങ്കിൽ ഷീ ഡസൻറ്റ് പ്ലേ. വേർ ഡസ് ഷീ പ്ലേ. പിന്നെ നോക്കൂ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. പോസിറ്റീവ് ഷോർട്ട് ആൻസർ, നെഗറ്റീവ് ഷോർട്ട് ആൻസർ. ഡു യു പ്ലേ. യെസ് ഐ ഡു. നോ ഐ ഡോണ്ട്. ഡസ് ഷീ പ്ലേ. യെസ് ഷീ ഡസ്. നോ ഷീ ഡസൻറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു സിമ്പിൾ പ്രസൻറ്റിൽ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ WH ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഞാനിപ്പോൾ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ തുടർച്ച ഉണ്ടാവും. അതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കും കേട്ടോ. ഓക്കെ, നിങ്ങൾ ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നാലേ കിട്ടുള്ളൂ, ക്ലാസ്സുകളൊക്കെ കിട്ടുള്ളൂ. ഓരോ ക്ലാസ്സും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നേരിട്ട് ലഭ്യമാകും കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.